സർവം ശിവം അർപ്പണവസ്തു. മഹാദേവൻ, ജഗത് പിതാവ്, ഭോലേനാഥൻ. കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ ആദ്യം എത്തുന്നത് ഭഗവാന്റെ നിഷ്ഠയായ തപസ്സാണ്. എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചാലും ഭഗവാൻ തപസ്സിലേർപ്പെട്ടാൽ നമുക്കൊരിക്കലും അതിൽ നിന്ന് ഭഗവാനെ ഉണർത്താൻ സാധിക്കില്ല. ശ്രീ മഹാദേവി പോലും ഭഗവാന്റെ തപസ്സിളക്കാൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. അത്ര നിഷ്ഠയോടെയാണ് ഭഗവാൻ ഈ തപസ് അനുഷ്ഠിക്കുന്നത്. ഒരിക്കൽ ഭഗവാൻ ഘോരമായ തപസ്സിലേർപ്പെട്ടു. ഈ തപസ്സിളക്കാൻ വേണ്ടി ബ്രഹ്മദേവൻ കാമദേവനെയും രതിദേവിയെയും ഏൽപ്പിച്ചു. പക്ഷേ എത്രയ്ക്ക് അവർ ശ്രമിച്ചിട്ടും ആ തപസ്സിളക്കാൻ അവർക്ക് സാധിച്ചില്ല. അങ്ങനെ ബ്രഹ്മദേവൻ അനിലനെയും വസന്തനെയും ഏൽപ്പിച്ചു ഈ തപസ്സിളക്കാൻ. അവരും കുറേ കാര്യങ്ങൾ ചെയ്തിട്ടും ഒന്നും ആ തപസ്സിളക്കാൻ സാധിച്ചില്ല. പിന്നീട് സാക്ഷാൽ ബ്രഹ്മദേവൻ തന്നെ ശ്രീ മഹാവിഷ്ണുവിൽ ഭഗവാനിൽ അഭയം പ്രാപിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭഗവാൻ ഇങ്ങനെ ഘോരമായ തപസ്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഈ സൃഷ്ടിയുടെ അവസ്ഥ, പ്രകൃതിയുടെ അവസ്ഥ എന്തായിത്തീരും? കാരണം സൃഷ്ടി ബ്രഹ്മാവിലാണെങ്കിലും ആ സൃഷ്ടിയുടെ കാര്യങ്ങൾ പരിപാലിക്കുന്നത് വിഷ്ണു ഭഗവാനിലാണെങ്കിൽ പോലും അതിൻ്റെ ഒരു അടിസ്ഥാനം, കാരണം ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം സാക്ഷാൽ ശ്രീ മഹാദേവൻ തന്നെയാണ്. ഭഗവാനാണ് ഇതിൻ്റെ എല്ലാ മൂലാധാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാനെ ഉണർത്തേണ്ടത് അനിവാര്യമാണെന്ന് വിഷ്ണു ഭഗവാനും തോന്നി. അങ്ങനെ വിഷ്ണു ഭഗവാൻ ബ്രഹ്മദേവനോട് പറയുകയാണ്, എന്താണോ മനസ്സിലെ ആഗ്രഹം അത് വിചാരിച്ച് ഭഗവാനിൽ തപസ് ചെയ്യുക. ഉറപ്പായിട്ടും ഭഗവാൻ അനുഗ്രഹിക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട ജനനിയായ ജഗത് മാതാവിനെയും തപസ് അനുഷ്ഠിക്കണം. ഭഗവതി സാക്ഷാൽ ശ്രീ പരമേശ്വരൻ്റെ പത്നിയായി അവതരിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി തന്നെ ഈ തപസ് അനുഷ്ഠിക്കണം. ഉറപ്പായും ആ ആഗ്രഹം സാധിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞ് നാരായണൻ മറഞ്ഞു. കൂടാതെ മറ്റൊരു കാര്യം കൂടി നാരായണൻ പറയുകയുണ്ടായി. സാക്ഷാൽ ദക്ഷൻ്റെ പുത്രിയായി സർവസ്വരൂപിണിയായ ജഗത് മാതാവ് അവതരിക്കണം എന്നുള്ള ആഗ്രഹവും കൂടി ചേർത്ത് വേണം ബ്രഹ്മാണ്ട ജനനിയോട് ജഗത് മാതാവിനോട് തപസ് അനുഷ്ഠിക്കാൻ. ഇത്രയും പറഞ്ഞു നാരായണൻ മറഞ്ഞു. ബ്രഹ്മദേവൻ എത്രയും വേഗം തൻ്റെ പുത്രനായ ദക്ഷൻ്റെ അടുത്തേക്ക് ചെന്നു. ദക്ഷൻ്റെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു. ദക്ഷ പുത്ര, നീ എത്രയും വേഗം സർവസ്വരൂപിണി. ഇത്രയും കേട്ട ബ്രഹ്മദേവൻ എത്രയും വേഗം തൻ്റെ പുത്രനായ ദക്ഷ പ്രജാപതിയുടെ കൊട്ടാരത്തിലെത്തി. എന്നിട്ട് ദക്ഷ പ്രജാപതിയോട് പറഞ്ഞു, നീ എത്രയും വേഗം ആദിപരാശക്തിയെ തപസ്സനുഷ്ഠിക്കണം. എന്നിട്ട് ആ ആദിപരാശക്തി നിൻ്റെ മകളായി ജനിക്കണം എന്ന ആ ഒരു വരദാനവും ആദിപരാശക്തിയിൽ നിന്ന് വാങ്ങണം. അതുകൊണ്ട് നിനക്ക് ഒരുപാട് ഗുണങ്ങളാണ് നിൻ്റെ ഭവനത്തിലും നിനക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് ബ്രഹ്മദേവനോടായി പറഞ്ഞു. കൂടാതെ വരും കാലങ്ങളിൽ ഈ ആദിപരാശക്തി ശിവപത്നിയായി അവതരിക്കുമെന്നും ബ്രഹ്മദേവൻ ദക്ഷ പ്രജാപതിയോട് പറഞ്ഞു. ഇത് കേട്ട് എത്രയും വേഗം ദക്ഷ പ്രജാപതി തൻ്റെ പത്നി സമേതം സാഗരത്തിലെത്തി ഘോരമായ തപസ് ആരംഭിച്ചു. ഏകദേശം 3000 വർഷങ്ങളോളം തപസ് അനുഷ്ഠിച്ചു. അതിൽ സംപ്രീതയായി ദേവി ദക്ഷ പ്രജാപതിയുടെ മുന്നിൽ പ്രത്യക്ഷയായി. ഹസ്തങ്ങളോടുകൂടി സർവാഭരണഭൂഷിതയായി വരദം, ഷഡ്ഗം, നീലത്താമര എന്നിവ ധരിച്ച് പ്രത്യക്ഷീകരിച്ച ദേവി സഹസ്രകോടി സൂര്യപ്രഭയോടുകൂടി തിളങ്ങി. ഭൂമി ദേവിയെ സ്പർശിച്ചുകൊണ്ട് ഭഗവതിയുടെ കാർക്കൂന്തൽ വിടർന്നു കിടന്നു. ആ പ്രഭ അനുഭവിക്കാൻ കഴിയുന്നത്, ആ പ്രഭ നമുക്ക് സൂര്യപ്രഭ നമ്മൾക്ക് ആ തേജസ്വരൂപിണിയായ ദേവിയെ അങ്ങനെ ആ രൂപ ദർശന സൗഭാഗ്യം ലഭിക്കുവാൻ സാധിക്കുന്നവർ ധന്യരാണെന്ന് മാത്രമല്ല മോക്ഷപ്രാപ്തിക്ക് അർഹരായി തീരുന്നവരുമാണ്. സകല ജീവജാലങ്ങളും വൃക്ഷലതാദികളും എല്ലാവരും ഭഗവതിയുടെ ആ രൂപം കണ്ട് ഭഗവതിയുടെ കാൽക്കൽ വീണ് നമിച്ചു. ഓരോ ദിക്കുകളിലും ഓരോ ജീവജാലങ്ങളും ഭഗവതിയുടെ ആ രൂപത്തിൽ സംപ്രീതമായി തീർന്നു.
അങ്ങനെ ജഗദംബികയുടെ സർവലോകനാഥയുമായ പുണ്യമാതേ, അവിടുത്തെ അനന്തമായ മഹത്വങ്ങൾ വാക്കുകൾ പറയാൻ ശ്രീ പരമേശ്വരനല്ലാതെ വേറെ ആർക്കുമാകില്ല. ജഗത് മാതാവേ, ജഗദംബികേ, ദക്ഷൻ ഭഗവതിയുടെ കാൽക്കൽ വീണു. ഇത് കേട്ട് ഭഗവതി പറഞ്ഞു, നീ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണ്. നിന്റെ ഭക്തിയിൽ, നിന്റെ തപസ്സിൽ ഞാൻ സംപ്രീതയായിരിക്കുന്നു. നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ ദക്ഷൻ പറഞ്ഞു, അങ്ങ് എൻ്റെ പുത്രിയായി അവതരിക്കണം. പത്നിയോടൊപ്പം ജഗദാംബികയെ സ്തുതിച്ചുകൊണ്ട് ദക്ഷൻ പറഞ്ഞു, ദേവി മഹാമായേ, എൻ്റെ ഇഷ്ടദേവനായ സദാശിവൻ രുദ്രൻ എന്ന പേരിൽ വിധാതാവിൻ്റെ തിരുനെറ്റിയിൽ നിന്നും അവതാരമെടുത്തിരിക്കുന്നു. സർവ്വ അർത്ഥങ്ങളും കാമനകളും നിറവേറ്റിക്കൊടുക്കുന്ന ശിവേ, അവിടുത്തെ അവതാരം എന്നും ഉണ്ടാകാത്തതിനാൽ ശിവന്റെ പത്നി ആരായിരിക്കുമെന്ന ചിന്ത ഞങ്ങളെ വ്യാകുലപ്പെടുത്തുന്നു. അങ്ങനെ ദക്ഷൻ തൻ്റെ ആഗ്രഹം ദേവിയോട് പറയുകയാണ്, എൻ്റെ പുത്രിയായി ജന്മമെടുക്കണമെന്നും. ഇത് എൻ്റെ മാത്രം ആഗ്രഹമല്ല, മുക്കോടി ദേവഗണങ്ങളുടെയും ദേവിമാരുടെയും ഋഷിമാരുടെയും മുനിമാരുടെയും എല്ലാം ആഗ്രഹമാണ്. ഇത്രയും പറഞ്ഞ് ദക്ഷൻ ഭഗവതിയുടെ കാൽക്കൽ വീണു. എന്നാൽ ദക്ഷൻ്റെ തപസ്സിൽ സംപ്രീതയായ ദേവി ദക്ഷനോട് പറഞ്ഞു, നിന്റെ ആഗ്രഹപ്രകാരം ഞാൻ നിന്റെ പുത്രിയായി ജന്മമെടുക്കും. ഘോര തപസ്സിനൊടുവിൽ ശിവപത്നി ആവുകയും ചെയ്യും. എന്നാൽ നീ ഒരു കാര്യം മാത്രം ആലോചിക്കുക. എപ്പോഴാണോ എന്നോടുള്ള ആദരവ് നിനക്ക് കുറയുന്നത്, എന്നോടുള്ള ഭക്തി നിനക്ക് കുറയുന്നത്, ആ നിമിഷം ഞാൻ ആ ദേഹം വെടിയുകയും എൻ്റെ സ്വരൂപം സ്വീകരിക്കുകയും ചെയ്യും. ഈ ഒരു നിബന്ധന പ്രകാരമായിരിക്കും ഞാൻ നിൻ്റെ പുത്രിയായി ജനിക്കുക. ഇത് കേട്ട് ദക്ഷൻ സമ്മതിച്ചു. അങ്ങനെ ആ വരം ദക്ഷന് നൽകി സാക്ഷാൽ ജഗദംബിക ദക്ഷപുത്രിയായ സതിയായി ജനിക്കുകയും ചെയ്തു. അങ്ങനെ ഘോരമായ തപസ്സുകൾക്കും ഒരുപാട് നമുക്കറിയാം, സതിദേവി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ്, എത്ര വ്രതങ്ങളും എത്ര ത്യാഗങ്ങളും സഹിച്ചാണ് ശിവപത്നി ആയത് എന്ന് ആ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സതീദേവിയുടെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.